കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന എന്നാൽ അതിനെയെല്ലാം നെഞ്ചുറപ്പോടെ നേരിടുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് വി.ഡി. സതീശനാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂട്ടുപിടിച്ചുകൊണ്ട് സതീശനെ ഊളംപാറയിലേക്ക് അയക്കണമെന്ന് പറയുമ്പോൾ അതിന് സതീശൻ നൽകുന്ന മറുപടി കേവലം രാഷ്ട്രീയമല്ല, മറിച്ച് ആദർശത്തിന്റെ കരുത്താണ്. വി.ഡി. സതീശനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന നിലവാരമില്ലാത്ത ഭാഷയിലേക്ക് വെള്ളാപ്പള്ളി താഴ്ന്നപ്പോൾ അത് തന്റെ മാനസിക നിലയെ ചോദ്യം ചെയ്യുന്നതാണെന്ന് സതീശൻ കൃത്യമായി തിരിച്ചറിയുന്നു. തന്നെ ലോക പന്ന എന്നും ഭ്രാന്തൻ എന്നും വിളിച്ചവരോട് പകയല്ല, മറിച്ച് മതേതര കേരളത്തിന്റെ നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. വർഗീയത ആര് പറഞ്ഞാലും അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും അതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുക എന്നതാണ് കോൺഗ്രസ് ലൈൻ എന്ന് അദ്ദേഹം അടിവരയിടുന്നു. മലപ്പുറത്തെയും കാസർഗോഡിനെയും തിരുവനന്തപുരത്തെയും സ്ഥാനാർത്ഥി നിർണയത്തെ വർഗീയത എന്ന് വിളിക്കുന്ന CPMന്റെ ഇരട്ടത്താപ്പിനെ സതീശൻ പൊളിച്ചെടുക്കുന്നുണ്ട്. ഒരു കാലത്ത് മുസ്ലിം ലീഗിനെ ഒപ്പം കൂട്ടാൻ പിന്നാലെ നടന്ന് മതേതര പാർട്ടി എന്ന സർട്ടിഫിക്കറ്റ് നൽകിയവരാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ. എന്നാൽ ലീഗ് UDFനൊപ്പം ഉറച്ചു നിന്നപ്പോൾ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന മട്ടിൽ അവർ വർഗീയ കാർഡ് ഇറക്കുകയാണ്. ലീഗിന്റെയും കോൺഗ്രസിന്റെയും നിലപാടുകൾ ഒന്നാണെങ്കിലും വർഗീയതയ്ക്കെതിരെ ഷാർപ്പായി സംസാരിക്കുന്നതുകൊണ്ടാണ് താൻ വേട്ടയാടപ്പെടുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ആ രംഗങ്ങൾ ഒന്ന് കാണാം. കോൺഗ്രസ് സതീശനെ അഴിച്ചുവിട്ടിരിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. എനിക്കൊരു വിരോധമില്ലെന്ന്, അത് എന്നെ വിമർശിച്ചിരിക്കല്ലേ, എന്നെ വിമർശിച്ചിരിക്കല്ലേ. എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അവരൊക്കെ പ്രായമായ ആളുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഞാൻ ഒരാൾക്കെതിരെ മോശമായിട്ടുള്ളൊരു വാക്ക് പറയില്ല. എനിക്കെതിരായിട്ട് എന്തെല്ലാം മോശമായ വാക്കുകൾ എത്രയോ നേതാക്കൾ പറഞ്ഞു, എത്രയോ സമുദായ നേതാക്കൾ പറഞ്ഞു, എത്രയോ അദ്ദേഹം മോശമായ വാക്കൊന്നും എനിക്കെതിരെ ഉപയോഗിച്ചിട്ടില്ല. മോശമായ വാക്കൊന്നും ഉപയോഗിച്ചില്ല. ഇന്ന് രാവിലെ ഇന്നലെയൊക്കെ എനിക്കെതിരെ എത്ര മോശമായ വാക്കുകൾ. ഞാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് ഊളംപാറയിലെ, അതായത് എനിക്ക് ഭ്രാന്താണെന്നല്ലേ എൻ്റെ അർത്ഥം. ഊളംപാറ എന്ന് പറയുന്നത് ഊളംപാറ മാനസിക രോഗ ആശുപത്രി. എനിക്ക് മാനസിക രോഗം ഉണ്ടെന്ന് വരെ വന്നു പറഞ്ഞു. ഞാൻ ഈ കേരളം കണ്ട ഏറ്റവും ലോക പന്നയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ എന്തെല്ലാം ആക്ഷേപം, ഒരു പ്രതിപക്ഷ നേതാവും കേൾക്കാത്ത ആക്ഷേപം ഞാൻ കേട്ടു. ഞാൻ അതിനോടൊന്നും പ്രതികരിച്ചില്ലല്ലോ. പറയാനുള്ളത് പറയുമ്പോഴാണ് അവർക്കൊക്കെ പലതരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ പറയില്ല, വർഗീയത ആര് പറഞ്ഞാലും അത് നമ്മുടെ സ്റ്റാൻഡാണ്. വർഗീയത ആര് പറഞ്ഞാലും അതിന് പ്രത്യേക അനുവാദമൊന്നും വേണ്ട. അത് കോൺഗ്രസിന്റെ നിലപാടാണ്, UDFന്റെ നിലപാടാണ്. വർഗീയത ആര് പറഞ്ഞാലും, ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും അതിനെതിരായി വെള്ളം ചേർക്കാത്ത സ്റ്റാൻഡേർഡ്. അതൊന്നും എനിക്കറിയില്ല. അത് ഞാൻ പറഞ്ഞല്ല, എന്നെ ഇഷ്ടമായിരിക്കില്ല. ചിലപ്പോ എന്നെ കാണുമ്പോ ചിലപ്പോ ഇഷ്ടമാവില്ല. ചിലപ്പോൾ നമ്മുടെ സംസാര രീതി ചിലപ്പോൾ ഇഷ്ടമാവില്ല. ചിലപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ദേഷ്യം വരും. അതൊക്കെ സ്വാഭാവികമല്ലേ. അതൊക്കെ അവർക്കുള്ള അവകാശമാണ്. അതൊക്കെ ഒരാളെ ഇഷ്ടപ്പെടുക. നമ്മൾ ചിലരെ ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലരെ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുക, കാണുമ്പോൾ തന്നെ ദേഷ്യം വരിക. അതൊക്കെ അവർക്കുള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിലൊന്നും ഞാൻ കൈയടത്തില്ല. എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, ഏത് ഭാഷയിലും. ഇപ്പൊ എനിക്കത് ശീലമായി, ഈ ഭാഷയൊക്കെ കേട്ട് നല്ല ശീലമായി. പക്ഷെ കേരളം ഉണ്ട്. എനിക്ക് കേരളത്തിലെ ജനങ്ങളെ കുറിച്ച് വലിയ വിശ്വാസം. അവരെല്ലാം ഇത് നോക്കി കാണുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഞങ്ങൾ തിളക്കമാർന്ന വിജയം നേടിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഞങ്ങൾ നേടിയത് തിളക്കമാർന്ന വിജയം. കേരളത്തിൽ കണ്ട തെരഞ്ഞെടുപ്പുകളിലെല്ലാം തിളക്കമാർന്ന വിജയം നേടിയ അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്. പാർലമെന്റ് ഇലക്ഷനിലും ബൈ ഇലക്ഷനുകളിലും ലോക്കൽ ബോഡി ബൈ ഇലക്ഷനിലും ലോക്കൽ ബോഡി ജനറൽ ഇലക്ഷനിലും ഉൾപ്പെടെ തിളക്കമാർന്ന വിജയം നേടി ജനങ്ങളുടെ അംഗീകാരത്തോടു കൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് തെറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തൊക്കെ മനുഷ്യ സഹജമായ തെറ്റുണ്ടെങ്കിൽ തിരുത്തും. അതിനെന്താ കുഴപ്പം? രാഷ്ട്രീയ നേതാക്കൾ എന്താ ഇരുമ്പൊലൊക്കെ ആയിട്ടാണ് നമ്മൾ രാവിലെ ഇറങ്ങുന്നത്. അത് ചെയ്യട്ടെ. ഞാൻ ഒരു നിസ്സാരക്കാരനല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പൊ? അല്ല, അത് ആയിക്കോട്ടെ. ഞാനത് വേറൊരു തരത്തിൽ അത് ആസ്വദിക്കുന്നുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് അത് ആസ്വദിക്കുന്നുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് വിമർശനത്തിൽ കഴമ്പുണ്ടെങ്കിൽ ഞാനത് സ്വീകരിക്കും. ഞാനത് എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാനത് തിരുത്തും. കോൺഗ്രസിന്റെ പൊതു അഭിപ്രായം വർഗീയതക്കെതിരായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത. ഞാൻ പറഞ്ഞല്ലോ രാവിലെ, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കോംപ്രമൈസ് ഇല്ലാതെ പോരാടിയാണ് വർഗീയതക്കെതിരായി. ഞങ്ങൾ ആ കൂടെ നിന്നുകൊണ്ട് വർഗീയതയ്ക്ക് ഞങ്ങൾ കോംപ്രമൈസ് ഇല്ല. അതൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കും. ഞാൻ പറയേണ്ട ഉത്തരവാണ്. വേറെ ആളുകൾ പറയേണ്ട ചോദ്യം എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം പാർട്ടിയുടെ നിലപാട് ഇതാണ്. ഞാൻ പാർട്ടിയുടെ നിലപാടിനപ്പുറം വേറെ ഏത് നിലപാടാണ് പറഞ്ഞേക്കുന്നത്? വർഗീയത പറയരുത് എന്ന് കോൺഗ്രസിന്റെ അഭിപ്രായമല്ലേ. ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയം പാടില്ല, മനസ്സിലായി?
വിദ്വേഷ പ്രസംഗം നടത്തരുത്. ഇത് കോൺഗ്രസിന് ലൈനാ. എല്ലാ ദിവസവും രാഹുൽ ഗാന്ധി നാളെയും വരുമ്പോൾ അദ്ദേഹം പറയാൻ പോണത് ഇത് തന്നെയല്ലേ? അതാണ്. അതിലൊന്നും ഞാൻ എന്ത് പറയാം, അഭിപ്രായം അല്ല, ഞാൻ അതിന് അഭിപ്രായം പറയില്ല. ലീഗിന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം ഒന്ന് തന്നെയല്ലേ? ലീഗ് ഞങ്ങളുടെ മുഖ്യധാര കക്ഷിയല്ലേ, ടീം UDF അല്ലേ? കോൺഗ്രസിന്റെ അഭിപ്രായം ലീഗിന്റെ അഭിപ്രായം ഏത് കാര്യത്തിലും അഭിപ്രായത്തിലുള്ളത്? വർഗീയതയ്ക്കെതിരെയുള്ള കാര്യത്തിലൊക്കെ ലീഗിന്റെ അഭിപ്രായം അത് തന്നെയല്ലേ? എന്തിനാ ലീഗിനെ വലിച്ചഴക്കണത്? ലീഗിനെ വലിച്ചഴക്കണത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് വർഗീയത കൊണ്ടുവരാൻ നോക്കുക. ഒന്നുകിൽ ലീഗിന്റെ പേര് പറയില്ല, ജമാഅത്ത് ഇസ്ലാമിയുടെ പേര് പറയും. ഇതാണ് ഈ ലീഗിന്റെ പുറകെ ഇവര് നടന്നതല്ലേ, ഈ CPM-കാർ നടന്നല്ലേ? ലീഗിന്റെ പുറകെ എത്ര നാൾ നടന്നാണ്? ലീഗ് ജനാധിപത്യ മതേതര പാർട്ടിയാണെന്ന് ഇവര് പറഞ്ഞിട്ടില്ലേ? ഞാൻ കാണിച്ചു തരല്ല, ജനാധിപത്യ മതേതര പാർട്ടിയാണ്, ലീഗ് വർഗീയ പാർട്ടിയല്ല എന്ന് CPM നേതാക്കൾ പറഞ്ഞിട്ടില്ലേ? അവര് പുറകെ നടന്ന കാലത്ത് കിട്ടാതെ മുന്തിരിങ്ങ പുളിക്കുമെന്ന് പറയണ വരി. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതിന്റെ പുറകിലൊക്കെ എന്തെല്ലാമാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഞങ്ങള് വളരെ സന്തോഷത്തിലാണ്, വളരെ ഉറച്ച ആത്മവിശ്വാസത്തിലാണ്. മതേതര കേരളമാണ് UDF-ന്റെ കൂടെ. മതേതര കേരളം UDF-ന്റെ കൂടെ. അത് ഈ മതേതര കേരളം ഒന്നുകൂടി ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അവര് തെളിയിക്കാൻ പോവാണ്. ഇത് മതേതര കേരളമാണ് എന്ന് എല്ലാ വർഗീയവാദികളോടും ഈ കേരളം ഒരുമിച്ച് പ്രഖ്യാപിക്കും. നമുക്ക് കാത്തിരുന്ന് കാണാന്ന്. പൊളിറ്റിക്സ് അല്ലേ, രാഷ്ട്രീയമല്ലേ? നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടല്ലേ? വരട്ടെ, കാണാം.